ഉന്മേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സക്കറിയ പ്രവചനം 2-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവെ, ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിക്കട്ടെ, ഞങ്ങളുടെ കൃഷിയിടത്തിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ ഓരോ മുറികളിലും ഇത് സംഭവിക്കപ്പെടട്ടെ. അസ്വസ്ഥതയുടെ മേഖലകൾ കർത്താവെ ദൂരെ ഇറകറ്റണമേ. പ്രത്യേകിച്ച് ചില കുടുംബങ്ങളിൽ അടിക്കടി അപകടങ്ങൾ, അടിക്കടി മരണങ്ങൾ, ചില ദുരിതങ്ങൾ, ചില കലഹങ്ങൾ, പൈശാചികമായ ചില ശല്യപ്പെടുത്തലുകൾ അനുഭവിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ശ്രദ്ധിച്ച് ഇതങ്ങോട്ട് വിശ്വസിച്ചു കൊള്ളുക. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ്, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബം യേശുവിൻ്റെതാണ്. എൻ്റെ വീട്ടിലെ ഓരോ മുറികളും അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് മേഖലകളും അതെല്ലാം ഞാൻ യേശുവിന് സമർപ്പിക്കുന്നു. ഇനിമേലിൽ പിശാചിന് എൻ്റെ വീട്ടിൽ സ്ഥാനമില്ല, എൻ്റെ കൃഷിയിടത്തിൽ സാത്താന് സ്ഥാനമില്ല, എൻ്റെ കുടുംബങ്ങളിൽ പിശാചിന് സ്ഥാനമില്ല. എൻ്റെ വീട്ടിലെ ഓരോ മണൽത്തരിയും അത് യേശുവിൻ്റെ സ്വന്തമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഞാൻ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നു, അത് യേശുവിൻ്റെ സ്വന്തമാണ്. തിന്മയ്ക്ക് എൻ്റെ വീട്ടിൽ സ്ഥാനമില്ല, തിന്മയ്ക്ക് എൻ്റെ ബന്ധങ്ങളിൽ സ്ഥാനമില്ല, തിന്മയ്ക്ക് എൻ്റെ മേൽ സ്ഥാനമില്ല. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ച ഓരോ വ്യക്തിയും നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിലായിരുന്ന അവസരത്തിൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ കൂട്ടിക്കൊണ്ടുപോയി. മലയാളി കുടുംബമാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് ബോംബെയിൽ വന്ന് അവരവിടെ വർഷങ്ങളായിട്ട് കല്യാൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ താമസിക്കുന്നവരാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ വികാരി അച്ഛനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അച്ഛനെ വിളിച്ചത്. അച്ഛാ, ഒന്ന് ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങളത് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യത്തെ പ്രാർത്ഥനയെ കഴിഞ്ഞ് അതിനുശേഷം ഈ കുടുംബനാഥൻ എല്ലാ മുറികളുടെ കൂടെ വെഞ്ചരിക്കാൻ വേണ്ടി എൻ്റെ മുമ്പേ നടക്കുന്നു. ഞാൻ ഇവരുടെ ഇച്ചിരി സ്ഥലത്ത് ഒരു ഇച്ചിരി വീട്, പക്ഷേ ഈ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒരു ഞെടുക്കുന്ന കാര്യം മനസ്സിലാക്കിയത്, കുടുസ് അവിടെയൊക്കെ പലതും ചെറിയ മുറികളാണ്, പക്ഷേ ഒത്തിരി വരാന്തകൾ കാണുന്നു. ആകപ്പാട് ഇച്ചിരി സ്ഥലമുള്ളൂ, ഈ ഇച്ചിരി സ്ഥലത്ത് ഒത്തിരി വരാന്തകൾ. അപ്പം ഞാൻ, അതായത് ഈ കോട്ടയം അയ്യപ്പാസ് എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ല, അകത്തോട്ട് കയറുമ്പോഴാണ് വിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്ന പോലെ ഈ വീടിൻ്റെ അകത്തോട്ട് ഇങ്ങനത്തെ ഒരു വീടാണെന്ന് പുറത്തും നോക്കി മനസ്സിലാവത്തില്ല. അപ്പോൾ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടം പോലെ വരാന്തകൾ. ഈ വരാന്ത കൂടി ഇങ്ങോട്ട് കയറി, ഇവിടുന്ന് അങ്ങോട്ട് കയറി, അവിടുന്ന് അങ്ങോട്ട് കയറി, ഇങ്ങനെയാണ്. അപ്പം ഞാനിത് നമ്മൾ ഈ ഏണിയും പാമ്പും അല്ലേ നമ്മൾ കളിക്കുന്ന പോലത്തെ ഒരു തരം പ്രത്യേക ഗെയിം പോലെ ഇരിക്കും ഇവരുടെ വീടിൻ്റെ അകത്ത് കയറിയാൽ. അപ്പോൾ വീടിൻ്റെ അകത്ത് കയറി ബ്ലെസ്സിങ് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് പ്രാർത്ഥനാ മുറിയിൽ വന്നു. ബ്ലെസ്സിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിലുള്ള കൗതുകം, ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങളുടെ ഈ വീട് ഇങ്ങനെ പണിതിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഈ കുടുംബനാഥന് ചില അപകടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ശുശ്രൂഷകനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പറഞ്ഞു, ഈ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല, ഈ വീട്ടിൽ ഇങ്ങനെയുള്ളതൊക്കെ വേണം. അങ്ങനെ അച്ഛാ, ഞങ്ങളിപ്പോൾ പണിതത് അദ്ദേഹം പറഞ്ഞ ആ എൻജിനീയറിംഗ് തന്ത്രം ഉപയോഗിച്ചാണ് ഞങ്ങൾ പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വരാന്തകൾ കണ്ടത്. ആ വരാന്തക്കട കയറി ഇങ്ങോട്ട് കയറി, ഇവിടുന്ന് കയറി അങ്ങോട്ട് കയറി, ഇങ്ങോട്ട് കയറി. അപ്പം ഈ വീട് പണിതിരിക്കുന്നത് ആരുടെ അഭിപ്രായം അനുസരിച്ചാണ്? പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകന്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത്, ഈ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിലേ ഈ വീട്ടിലെ ശാപം മാറൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് അതിനോട് ഉത്തരം പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ജീവിക്കുന്നത് ആര് പറഞ്ഞതനുസരിച്ചാണ്? ആ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ കയറി അങ്ങനെ കയറി എല്ലാ ദിവസവും ഇവർ ജീവിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞ വഴിക്കനുസരിച്ചാണ് ഇവരുടെ ജീവിതം. കാരണം ഒരു മുറിയിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ കയറി അങ്ങനെ കയറി എല്ലാ ദിവസവും ഇവർ ജീവിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ അദ്ദേഹം പറഞ്ഞതോടുകൂടെ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം തീർന്നിട്ടുണ്ടാവുമല്ലോ? ഇല്ലച്ചാ, പ്രശ്നങ്ങളൊന്നും തീർന്നില്ല. അതല്ല ഞങ്ങൾ അച്ഛനെ വിളിച്ചോണ്ട് വന്നത്, ഒന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കണം.
കാര്യം ഇത്രയും വരാന്തയൊക്കെ പണിതെങ്കിലും പ്രശ്നം തീർന്നിട്ടില്ല. നിങ്ങൾ ദൈവജനമേ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പലരും വന്നിട്ട് പലതും പറയും. നിങ്ങൾ ദൈവമകനും ദൈവമകളുമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്താണെന്നറിയോ? സകല ശാപങ്ങൾക്കും സകല തരത്തിലുള്ള തിന്മകൾക്കും വിടുതൽ നൽകുന്നത് സർവശക്തനായ യേശുവാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ യേശു നൽകുന്ന നിർദ്ദേശം അനുസരിച്ച്, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ മണ്ണിലുള്ള ഇരുട്ട് വിട്ടുമാറും. ഇരുട്ട് മാറാൻ ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യേണ്ടത്? പ്രകാശം നിറയണം. ഇരുട്ട് മാറാൻ ചെയ്യേണ്ടത് പ്രകാശം നിറയണം. നിങ്ങൾ ആ മുറിയിലെ ആ ഭിത്തി പൊളിച്ച് ഇപ്പുറത്തോട്ട് വെച്ച്, ഇപ്പുറത്തെ സ്റ്റെയർ കേസ് അപ്പുറത്തോട്ട് വെച്ച്, അവിടെ ഒരു വരാന്ത ഉണ്ടാക്കി, ഇവിടെ ഒരു വരാന്ത ഉണ്ടാക്കി എന്ന് കരുതി അവിടെ പ്രകാശം വരണമെന്ന് നിർബന്ധമില്ല. ആത്മീയ പ്രകാശം വരണമെങ്കിൽ ആ മണ്ണിൽ പ്രാർത്ഥന ഉയർന്നാൽ ഇരുട്ട് മാറും. ഹല്ലേലൂയ. പിടികിട്ടിയോ? പുരിഞ്ചാച്ച എന്ത് ചെയ്യണം? പ്രാർത്ഥന ഉയർന്നാൽ ആ മണ്ണിലെ ഇരുട്ട് പിശാച് വിട്ടുപോകും. ചില ആളുകൾ, ഞാൻ മറ്റൊരു സ്ഥലത്ത് കണ്ടൊരു കുടുംബം, അവർ വാടക വീട്ടിൽ. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും അവരിപ്പോൾ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും വീട്ടിൽ ചെന്ന് താമസിക്കും. ഇവർ ആദ്യം ഒരു വീട് പണിതാണ്. അപ്പോൾ ആ വീട്ടിൽ അവരോട് പറഞ്ഞു ഈ വീട് ശരിയല്ലെന്ന് ആരോ പറഞ്ഞു. അന്ന് മുതൽ അവർ ആ വീട് വിറ്റ് വേറൊരു സ്ഥലത്ത് വാടക വീട്, അവിടെ പ്രശ്നമായതുകൊണ്ട് അവരാ ജില്ല വിട്ട് വേറൊരു ജില്ല. കേട്ടോ, നിങ്ങൾ നോർത്ത് നോക്കിയേ, ഇവരിങ്ങനെ കേരളത്തിൽ എല്ലാ ജില്ലയും മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസന യാത്രയ്ക്ക് നടക്കുന്ന പോലെയാണ്, എല്ലാ ജില്ലയും മാറി മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നീ എത്ര നാൾ ഓടും? ഇത്ര നാൾ നീ ഇങ്ങനെ പിശാചിനെ ഓടിക്കൊണ്ടിരിക്കും. എത്ര നാൾ നീ ശാപത്തെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശിൽ ഈശോ മരിച്ചപ്പോൾ നമുക്ക് സൗജന്യമായിട്ട് തന്ന രക്ഷ, ഇത് നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഈ ഇരുട്ടിനെ പേടിക്കാനല്ല, മറിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു അഭിഷേകം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന ഉയർന്നാൽ, ദൈവ സാന്നിധ്യം ഉയർന്നാൽ ഇരുട്ടിന് അവിടെ ഇരിക്കാൻ പറ്റുകയില്ല. വിശ്വസിക്കുന്ന ഒരു നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ആമേൻ, 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 ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസസുകാർക്ക് എഴുതിയ ഒന്നാം അധ്യായം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് 1-ാം അധ്യായം അതിന്റെ 13-14 തിരുവചനങ്ങളൊന്ന് വായിച്ചേ. 13-14 സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 1, 1-ാം അധ്യായം 13-14. 13-ാം വചനം ആദ്യം വായിച്ചേ. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അടുത്തത്, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അവനിലാണല്ലോ എന്ന് പറഞ്ഞാൽ യേശുവിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങൾ, രക്ഷ, വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് പാപമോചനം. അതിനാണ് നമ്മൾ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ വീണ്ടെടുപ്പും പാപമോചനവും ലഭിച്ചത് അവനിലാണല്ലോ, യേശുവിലാണല്ലോ. അപ്പൊ നമ്മൾ ആശ്രയിക്കേണ്ടത് എന്തിലാ? യേശുവിൽ ആശ്രയിക്കണം. യേശുവിൻ്റെ കുരിശിനെ നമ്മൾ ധ്യാനിക്കുന്നതനുസരിച്ച് ആ കുരിശ് നൽകുന്ന ഏറ്റവും വലിയ സൗജന്യ രക്ഷയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സകല ശാപപീഡകളിൽ നിന്നും എന്നേക്കുമായി യേശു സാത്താനെ ബന്ധിച്ച് പുറത്താക്കി. ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് ദൈവിക സംരക്ഷണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇറ്റ് ഈസ് എ റിയാലിറ്റി. നമ്മുടെ തലയ്ക്കകത്ത് പിശാച്, ഇരുട്ട്, തിന്മ, മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ ശാപം, ഇത് തലയ്ക്കകത്ത് കൊണ്ട് നടക്കാതെ ദൈവിക സംരക്ഷണം, ഗോഡ്സ് പ്രൊട്ടക്ഷൻ, ഇറ്റ് ഈസ് എ റിയാലിറ്റി. നമ്മളത് അംഗീകരിക്കുന്നതനുസരിച്ച്
നമ്മളത് പ്രഖ്യാപിക്കുന്നതനുസരിച്ച് നമുക്കത് അനുഭവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ വെറും ഔട്ട്സൈഡേഴ്സ്, കാഴ്ചക്കാരായിട്ട് നിൽക്കേണ്ടി വരും. നിന്റെ മുമ്പിൽ ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നു എന്ന് കരുതി ആ ഭക്ഷണം നിന്റേതായോ? ഇനി എന്തു ചെയ്യണം? അത് നീ ഭക്ഷിക്കുമ്പോഴാണ് ആ ഭക്ഷണം നിന്റേതായി മാറുന്നത്. ഭക്ഷിക്കാത്തിടത്തോളം കാലം നീ അത് വെറുതെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. എന്ന പോലെ തന്നെ നിന്റെ വ്യക്തിപരമായ കുടുംബത്തിലും ജീവിതത്തിലും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണം, വചനമായ ഭക്ഷണം, അത് നമ്മൾ ഭക്ഷിക്കുന്നതനുസരിച്ച്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കും. വലതുകര ഉയർത്തി പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാം തിരുവചനം. സാധിക്കുന്നവർ ഈ വചനങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിക്കണേ. കർത്താവിൻ്റെ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്, ഒരു റിയാലിറ്റിയാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഒന്ന് നോട്ട് ബുക്കിലൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എഴുതാൻ നിങ്ങൾ മറന്നുപോയെങ്കിൽ ഓൺലൈനിൽ ഈ ശുശ്രൂഷയുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യണം. എന്നിട്ട് നോട്ട് ബുക്കിൽ എഴുതണം. സങ്കീർത്തനം 34 വചനം 7, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 34 വേഴ്സ് 7. ഒന്ന് വായിച്ചേ. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയാ. അപ്പൊ നമുക്ക് രക്ഷ സൗജന്യമായി യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചിട്ടുള്ള സൗജന്യ രക്ഷ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പല മേഖലകളിൽ അത് എഴുതിയിരിക്കുകയാണ്. വചനം പറയുന്നു, കർത്താവിന്റെ ദൂതൻ. വലതുകര ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തി പറഞ്ഞ്, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയാ. സങ്കീർത്തനം 91 വചനം 10-11, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 91 വേഴ്സ് 10 and 11. വചനം പഠിപ്പിക്കുന്നു, നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് വചനം ഏറ്റു പറഞ്ഞ്, നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. അടുത്ത മറ്റൊരു സംരക്ഷണ വചനം എഴുതിക്കേ. സക്കറിയായുടെ പ്രവചനം 2-ാം അധ്യായം 5-ാം തിരുവചനം, ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 2 വേഴ്സ് 5. നോട്ട് ബുക്കിലൊന്ന് കുറിച്ച്, എന്നിട്ട് ഈ വചനം പഠിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമാണ് കേട്ടോ. സക്കറിയായുടെ പ്രവചനം 2-ാം അധ്യായം 5-ാം തിരുവചനം വായിച്ചേ. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വവുമായിരിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബാറൂക്കിന്റെ പ്രവചനം, ബുക്ക് ഓഫ് ബാറൂക്ക്, ബാറൂക്കിന്റെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 7-ാം തിരുവചനം, ബുക്ക് ഓഫ് ബാറൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 7. ആരുടെ പുസ്തകം? ബാറൂക്ക്. പറഞ്ഞേ. ചിലപ്പോൾ പരിചയമില്ലാത്ത പുസ്തകത്തിന്റെ പേരാണ് ബാറൂക്ക്, അല്ലെ? മത്തായിനെ മർക്കോസിനെയൊക്കെ അറിയാം, ബാറൂക്കിനെ പരിചയമില്ല. ബാറൂക്ക്, ബാറൂക്കിന്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം തിരുവചനം വായിച്ചാലോ. എന്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇത് നമ്മൾ വിശ്വസിക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് കണ്ണടച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ശപിക്കപ്പെട്ട വ്യക്തിയാണ്, നിന്റെ ജീവിതം ശാപം നിറഞ്ഞതാണ്, നീ ഇനി രക്ഷപ്പെടിയേല, ഗുണമില്ല, നീ എന്തെല്ലാം ചെയ്താലും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ആരെങ്കിലും നിന്നെ ശപിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ വീടിനെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ?
ഒരുപക്ഷെ നിങ്ങൾ താമസിക്കുന്ന മണ്ണിൽ എന്തെങ്കിലും ശാപഗ്രസ്തമായ മേഖലകളുണ്ടോ? ഉണ്ടെങ്കിൽ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നീ വിശ്വസിക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ. ആ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ നമ്മളിതാ വലിയ സൗഖ്യം, സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. വലിയ ദൈവിക സംരക്ഷണം നമുക്ക് കർത്താവ് നമുക്ക് സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം, അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കരങ്ങളിങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ സമയത്ത് വിശ്വസിക്കുക, കാൽവരി മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു എൻ്റെ കുടുംബത്തിന് ചുറ്റും വലിയൊരു സംരക്ഷണ വേലി അങ്ങനെ തന്നെ മനസ്സിൽ കാണണം. യേശു നമ്മുടെ വീടിന് ചുറ്റും ഒരു സംരക്ഷണ വേലി കെട്ടുന്നു. നമ്മുടെ കൃഷിയിടത്തിന് ചുറ്റും ഒരു സംരക്ഷണ വേലി കെട്ടുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് ചുറ്റും, നമ്മുടെ വരുമാന മാർഗത്തിന് ചുറ്റും, നമ്മുടെ ആരോഗ്യത്തിന് ചുറ്റും കർത്താവ് ഒരു സംരക്ഷണ വേലി കെട്ടുന്നു. നമ്മുടെ പ്രവർത്തികളെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളിതാ വിശ്വസിക്കുകയാണ്. കാലാകാലങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന സകല ശാപപീഡകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അധികാരമുള്ള നാമത്തിൽ, തിരുക്കുരിശിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ പലതവണ ഏറ്റെടുത്ത് പറയണം, യേശുവിൻ്റെ കുരിശിനാൽ, യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്താൽ സാത്താനെ, ശാപങ്ങളെ ശാസിക്കുന്നു. എന്നെ വിട്ട്, എന്റെ കുടുംബത്തെ വിട്ട് എന്നേക്കുമായി ദൂരെ പോവുക, ദൂരെ പോവുക. ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റെ സ്വന്തമാണ്, യേശുവിൻ്റെ സ്വന്തമാണ്, യേശുവിൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ വീട് മനസ്സിൽ കണ്ടുകൊണ്ട്, വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ അത്ഭുത ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ശാപത്തിന് ഇനി എന്റെ മേൽ അടിസ്ഥാനമില്ല. ഒരു ശാപത്തിനും എന്റെ മേൽ അവകാശമില്ല. ഒരു ശാപത്തിനും എന്റെ കുടുംബത്തിന്റെ മേൽ അവകാശമില്ല. കർത്താവ്, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ കുരിശിനാൽ, യേശുവിന്റെ നാമത്താൽ ഞാനും എന്റെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. ഞാനും എന്റെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഈശോയേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. The mighty power, the mighty anointing സംഭവിക്കട്ടെ. കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. പോരാ, നന്നായിട്ട് കൈയടിച്ചേ. വിശ്വസിച്ച് കൈയടിച്ചോ. ഈ സമയം തന്നെ കർത്താവിന്റെ ശക്തി സകല ശാപപീഡകളെയും ബന്ധിക്കുന്ന, സകല ശാപപീഡകളിലൂടെയും നിന്റെ കുടുംബത്തിലുണ്ടായ സകല ദുഃഖങ്ങളെയും കർത്താവ് തകർത്തെറിയുന്ന അത്ഭുത ശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. നന്നായിട്ട് കൈയടിച്ചേ. പോരാ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, ഈശോയേ, നിന്റെ കരുണയിൽ, കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ, ഈശോയേ, നിന്റെ കരുണയിൽ, യേശുവേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, കാക്കണമേ. തിരുരക്ത അഭിഷേകം നൽകണമേ. ആമേൻ. കാക്കണമേ. കരങ്ങൾ ഉയർത്തി. ഈശോയേ,
നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു ഈശോയെ ഈശോയെ നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു ചേർന്ന് നിന്റെ കരുണയിൽ യേശുവേ രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിച്ചൊന്ന് ഈശോയെ എന്നൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് അത്ഭുതകരമായ ശക്തി ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. സകല തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ കർത്താവേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധന 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 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് എന്റെ കുടുംബത്തെ ഭരിക്കുന്നു.